പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ 13 ഞായർ. പ്രധാന വാർത്തകൾ. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ട്രാക്ക് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുമായി റോയൽ ഒമാൻ പോലീസ്. ഒമാൻ റോഡുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങൾ ഇപ്പോൾ സജീവമാണെന്നും റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ എഞ്ചിനീയർ അലി ബിൻ ഹമൗദ് അൽ ഫലാഹി പറഞ്ഞു. ഫോണുകൾ ഉപയോഗിക്കുന്ന ഡ്രൈവർമാരെ കണ്ടെത്താൻ ഈ നൂതന ക്യാമറകൾക്ക് കഴിയും. ഇത് അധികാരികളെ തത്സമയം നിയമലംഘനങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനു പുറമെ ഗതാഗതക്കുരുക്ക് നിരീക്ഷിക്കുന്നതിനും തിരക്കേറിയ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനും താൽപ്പര്യമുള്ള വാഹനങ്ങൾ തിരിച്ചറിയുന്നതിനും ഈ സംവിധാനങ്ങൾ സഹായിക്കും. ഈ സാങ്കേതികവിദ്യയുടെ ഫലപ്രാപ്തി ഉറപ്പാക്കാൻ വിപുലമായ പരീക്ഷണങ്ങൾ ഇതിനകം നടത്തിയിട്ടുണ്ട്. ഇത്തരം സ്മാർട്ട് സംവിധാനങ്ങളുടെ വിന്യസിക്കൽ നിയമലംഘനങ്ങളും റോഡ് അപകടങ്ങളും ഗണ്യമായി കുറയ്ക്കുമെന്ന് ബ്രിഗേഡിയർ എഞ്ചിനീയർ അലി ബിൻ ഹമൗദ് അൽ ഫലാഹി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. സുൽത്താനേറ്റിലെ വാഹനാപകടങ്ങളിൽ പ്രധാന കാരണങ്ങളിലൊന്നാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ്. ഇതിനെ ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നൂതന സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഗതാഗത അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്നാണെന്ന് ബ്രിഗേഡിയർ അലി അൽ ഫലാഹി ചൂണ്ടിക്കാട്ടി. ശ്രദ്ധ തിരിക്കുന്നതിലേക്കും ഏകാഗ്രത കുറയ്ക്കുന്നതിലേക്കും നയിക്കുന്നതിനും ആത്യന്തികമായി ഗുരുതരമായ അപകടങ്ങളിലേക്ക് ഇത് വരുത്തിവെക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതിവർഷം ആഗോളതലത്തിൽ ഉണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ 25% മൊബൈൽ ഫോൺ ഉപയോഗം മൂലമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി വിലായത്തിൽ പ്രധാന പാതയിൽ കാർ കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ആർക്കും പരിക്കുകളില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. സിവിൽ ഡിഫൻസിന്റെ പെട്ടെന്നുള്ള ഇടപെടൽ വഴി വലിയ അപകടങ്ങൾ ഒഴിവാക്കി. വാഹനങ്ങളിൽ മോഷണം നടത്തി വന്നയാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മസ്കത്ത് ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി വാഹനങ്ങളിൽ നിന്ന് പണം മോഷ്ടിച്ചയാളെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും പോലീസ് അറിയിച്ചു. നേരത്തെ വാഹനങ്ങളിൽ മോഷണം നടത്തിയ പ്രവാസിയെയും അറസ്റ്റ് ചെയ്തു. ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നാളെ നെതർലൻഡ്സിലേക്ക് തിരിക്കും. ഏപ്രിൽ 14 മുതൽ 16 വരെ നീണ്ടുനിൽക്കുന്ന സന്ദർശന വേളയിൽ നെതർലൻഡ്സ് രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. സഹകരണ മേഖലകളെക്കുറിച്ച് പൊതുവായ ആശങ്കയുള്ള പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങളും ചർച്ചയിൽ ഉയർന്നുവരുമെന്നും ദിവാൻ ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ പറഞ്ഞു. ഉത്തരേന്ത്യയിൽ പൊടിക്കാറ്റ് കാരണം ഗൾഫിൽ നിന്നുള്ള വിമാന സർവീസ് കൂടെ തടസ്സപ്പെടുന്നതായി മുന്നറിയിപ്പ്. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് എന്നിവ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയെയും വടക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങളെയും വെള്ളിയാഴ്ച മുതൽ പൊടിക്കാറ്റ് ബാധിച്ചിട്ടുണ്ട്. ശനിയാഴ്ച UAE ആസ്ഥാനമായുള്ള വിമാന കമ്പനികളായ എമിറേറ്റ്സും ഇത്തിഹാദും മുൻകരുതൽ നിർദ്ദേശം നൽകി. വെള്ളിയാഴ്ച പ്രതികൂല കാലാവസ്ഥ കാരണം അബുദാബിയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള EY-216 വിമാനം ജയ്പൂരിലേക്ക് തിരിച്ചുവിട്ടു. ഞങ്ങളുടെ അതിഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷയും സുഖസൗകര്യങ്ങളുമാണ് ഞങ്ങൾക്ക് മുൻഗണന. എയർലൈൻ ക്ഷമാപണം നടത്തി. ഇറാൻ US ആണവ കരാറുമായി ബന്ധപ്പെട്ട് മസ്കത്തിൽ നടത്തിയ പരോക്ഷ ചർച്ച അവസാനിച്ചു. ആദ്യ റൗണ്ട് കൂടിക്കാഴ്ച സൃഷ്ടിപരമായ അന്തരീക്ഷത്തിലും പരസ്പര ബഹുമാനത്തെ അടിസ്ഥാനമാക്കിയുമുള്ളതുമായിരുന്നുവെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ഒന്നാം ഘട്ട ചർച്ച സമാപിച്ചത്. അടുത്ത ആഴ്ച വീണ്ടും ഇരുകൂട്ടരും കൂടിക്കാഴ്ച നടത്തും. വേദിയോ തീയതിയോ പ്രഖ്യാപിച്ചിട്ടില്ല. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും വെവ്വേറെ ചർച്ചകളാണ് നടത്തിയത്.
2.5 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയ്ക്ക് ശേഷം US സംഘവുമായി ഇറാൻ സംഘം ഹ്രസ്വ കൂടിക്കാഴ്ചയും നടത്തി. ഗോബ്ര പ്രവാസി കൂട്ടായ്മയുടെ പ്രഥമ പൊതുയോഗവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരഞ്ഞെടുപ്പും നടന്നു. അന്നം നൽകുന്ന നാടിനോടുള്ള നന്ദി അർപ്പിക്കുന്ന വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളും പ്രവാസികൾക്ക് ശാരീരിക മാനസിക ഉണർവ് നൽകുന്ന വിവിധ സാംസ്കാരിക പരിപാടികളും ഉൾപ്പെടെ അടുത്ത ഒരു വർഷത്തേക്കുള്ള വിവിധ കർമ്മ പദ്ധതികൾക്ക് പൊതുയോഗം രൂപം കൊടുത്തു. വി ഹെൽപ്പ് ബ്ലഡ് ഡോണേഴ്സ് ഒമാന്റെ നേതൃത്വത്തിൽ ബൗഷർ ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 10 പേർ പ്ലേറ്റ്ലെറ്റും 60 പേർ രക്തവും ദാനം ചെയ്തു. പ്ലേറ്റ്ലെറ്റ് ലഭ്യത കുറഞ്ഞതിനാൽ കൂടുതൽ പേർ ദാനം ചെയ്യാൻ തയ്യാറാകണമെന്ന് സെൻട്രൽ ബ്ലഡ് ബാങ്ക് അധികൃതർ അഭ്യർത്ഥിച്ചു. 2 പ്രാവശ്യം ഒമാനിൽ രക്തം ദാനം ചെയ്തയാൾക്ക് പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യാൻ കഴിയും. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് സമയമെടുക്കുന്നത്. 1 യൂണിറ്റ് പ്ലേറ്റ്ലെറ്റ് 4 യൂണിറ്റ് രക്തത്തിന് തുല്യമാണ്. ഒമാൻ ക്യാൻസർ സെന്ററിലേക്കും ഡെങ്കി ബാധിച്ചവരുടെ ചികിത്സാ കേന്ദ്രങ്ങളിലേക്കുമാണ് പ്ലേറ്റ്ലെറ്റ് കൂടുതലായി ആവശ്യം വരുന്നത്. കൂടുതൽ പേരെ പ്ലേറ്റ്ലെറ്റ് ദാതാക്കളായി കൊണ്ടുവരുന്ന വി ഹെൽപ്പ് ബ്ലഡ് ഡോണേഴ്സ് ഒമാന്റെ പ്രവർത്തകരെ ബൗഷർ സെൻട്രൽ ബ്ലഡ് ബാങ്ക് അധികൃതർ പ്രത്യേകം അഭിനന്ദിച്ചു. ഒമാനിലെ എറണാകുളം ജില്ലക്കാരുടെ കൂട്ടായ്മയായ മെട്രോപൊളിറ്റൻസ് എറണാകുളം ഒമാൻ ചാപ്റ്റർ ചാംപ് സ്പോർട്സ് ആൻഡ് ആർട്സുമായി സഹകരിച്ച് ചെസ് വർക്ക് ഷോപ്പും ടൂർണമെന്റും സംഘടിപ്പിച്ചു. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ ചെസ് കളിയുടെ അടിസ്ഥാനങ്ങളും തന്ത്രങ്ങളും പാഠ്യരൂപത്തിൽ അവതരിപ്പിച്ചു. ആത്മവിശ്വാസം വളർത്തുന്ന അന്തരീക്ഷത്തിൽ നടത്തിയ പരിശീലനം കുട്ടികളിൽ വലിയ ഉത്സാഹവും പങ്കാളിത്തവും കൊണ്ടുവന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.